ഹായ് എല്ലാവർക്കും നിസ്സാരം സീസൺ 3ലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നമ്മൾ 150K സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു. ആൻഡ് സെക്കൻഡ്ലി, ഈ സീസണിലെ വീഡിയോസ് കുറച്ചുകൂടെ ലോങ്ങറും കുറച്ചുകൂടെ ഡീറ്റെയിൽഡും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിലിടുക. അതനുസരിച്ച് നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് നമ്മൾ അതനുസരിച്ച് ട്വീക്ക് ചെയ്യുന്നതായിരിക്കും. തുടങ്ങാം. 1 minus 1 plus 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 1 up to infinity പോയാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1600s മാത്തമാറ്റീഷ്യൻസിന് ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചൊരു ചോദ്യമാണിത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് ഇതിൻ്റെ ആൻസർ ആക്ച്വലി അത്ര ഡിഫിക്കൽട്ട് അല്ല. 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 നമുക്ക് 1 minus 1 plus 1 minus 1 പ്ലസ് 1 minus 1 പ്ലസ് 1 minus 1 അങ്ങനെ ഇടാം. അതായത് 0 plus 0 plus 0 plus 0 plus 0 plus 0, അതായത് 0. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 നമുക്ക് 1 plus minus 1 plus 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 1, അതായത് 1 plus 0 plus 0 plus 0 plus 0 plus 0 എന്ന് ഇടാം. അതായത് 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആണോ 0 ആണോ? രണ്ടും അല്ല. 1703 മാത്തമാറ്റീഷ്യനായി ഗിഡോ ഗ്രാൻഡി പറഞ്ഞു ഇതിൻ്റെ ആൻസർ ആക്ച്വലി 1/2 ആണെന്ന്. ഇത് കേട്ടിട്ട് ബാക്കി മാത്തമാറ്റീഷ്യൻസ് പ്രശ്നം ഉണ്ടാക്കി ഇതിൻ്റെ ആൻസർ എങ്ങനെ 1/2 ആവും? 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 up to infinity എഴുതി അതിലെങ്ങനെ 1/2 വരും? പക്ഷേ ഗിഡോ ഗ്രാൻഡി ഇത് പ്രൂവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ലെറ്റ് എസ് ഈക്വൽസ് 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 up to infinity. അതായത് എസ് ഈക്വൽസ് 1 എന്നിട്ട് മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ 1 മൈനസ് ബ്രാക്കറ്റിൽ 1 minus 1 plus 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 1 up to infinity. now ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനം എന്താണ്? അത് എസ് തന്നെയാണ്. അതായത് എസ് ഈക്വൽസ് 1 minus എസ്, 2s ഈക്വൽസ് 1, എസ് ഈക്വൽസ് 1/2. അതായത് ഒരേ സാധനത്തിന് 3 ആൻസർ, 0, 1, 1/2. പക്ഷേ ഏതാണ് കറക്റ്റ്? 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 up to infinity എഴുതിയാൽ അതിൻ്റെ ആൻസർ 0 ആണോ 1 ആണോ 1/2 ആണോ? ഈ വീഡിയോൻ്റെ ടൈറ്റിൽ മാത്തമാറ്റിക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബേസിക് മാത്തിനെ പറ്റിയായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കോംപ്ലക്സ് മാത്സ്, ഒരു കാൽക്കുലേഷനെയൊക്കെ പറ്റി വരുന്ന എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2, ഓഡ് നമ്പേഴ്സ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. ആൻഡ് നമുക്കിതെങ്ങനെ അറിയാവുന്നത്? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സിനെ മനസ്സിലാക്കിയിരുന്നത്? മനുഷ്യൻ അന്ന് ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സിനെ മനസ്സിലാക്കിയിരുന്നത് കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കല്ലുകൾ തരുകയാണ്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതിൽ നിന്ന് കുറച്ച് കല്ലുകൾ എടുത്തോ, എന്നിട്ട് 2 റോ ഉള്ള റെക്റ്റാങ്കിളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈസി. നിങ്ങൾ ആദ്യം ഒരു 8 കല്ലെടുക്കുന്നു, 4 കല്ലുള്ള 2 റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ 10 കല്ലെടുക്കുന്നു, 5 കല്ലുള്ള 2 റോ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു കൊള്ളാം, ഒന്നുകൂടെ ചെയ്യും. ഇത്തവണ നിങ്ങൾ 11 കല്ലെടുക്കുന്നു. 11 കല്ലെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് 2 റോള് റെക്റ്റാങ്കിളായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യത്തെ റോയിൽ 5 കല്ല്, രണ്ടാമത്തെ റോയിൽ 6 കല്ല്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചെയ്യും. ഇത്തവണ നിങ്ങൾ 13 കല്ലെടുക്കുന്നു. ഇത്തവണയും നിങ്ങൾക്ക് പറ്റുന്നില്ല. ആദ്യത്തെ റോയിൽ 6 കല്ല്, രണ്ടാമത്തെ റോയിൽ 7 കല്ല്. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് ആൾക്കാർ ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സിനെ മനസ്സിലാക്കിയിരുന്നത്. 2 റോള് റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ്, 2 റോള് റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റാത്ത നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ്. ഇപ്പം ഞാൻ ഒരു കണ്ടീഷൻ ഇട്ടു, റെക്റ്റാങ്കിളിൻ്റെ 2 റോയെ പാടുള്ളൂ എന്ന്. ഇനി ഞാൻ ആ കണ്ടീഷൻ എടുത്ത് മാറ്റാണ്, റെക്റ്റാങ്കിളിന് എത്ര റോ ആണെങ്കിലും ആക്കാം. ഇപ്പം നിങ്ങൾ ഒബ്സർവ് ചെയ്യും ഒട്ടുമിക്ക നമ്പേഴ്സ് ഇട്ട് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ലെറ്റ്സ് സേ നിങ്ങളൊരു 15 കല്ലെടുത്തു. 15 കല്ലിനെ നിങ്ങൾ 5 കല്ലുള്ള 3 റോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു 35 കല്ലെടുക്കുന്നു. 35 കല്ലിനെ നിങ്ങൾക്ക് 7 കല്ലിൻ്റെ 5 റോ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു 39 കല്ലെടുക്കുന്നു. 39 കല്ലിനെ 13 കല്ലിൻ്റെ 3 റോ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു.
പക്ഷേ ചില നമ്പേഴ്സിനെ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും റെക്റ്റാങ്കിൾ ആക്കാൻ സാധിക്കുന്നില്ല. ലെറ്റ്സ് സേ നിങ്ങൾ 13 കല്ലെടുക്കുന്നു. 13 കല്ലിനെ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും റെക്റ്റാങ്കിൾ ആക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ 19 കല്ലെടുക്കുന്നു. 19 കല്ലിനെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും റെക്റ്റാങ്കിൾ ആക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ റെക്റ്റാങ്കിൾ ആക്കാൻ സാധിക്കാത്ത നമ്പേഴ്സിനെ പണ്ട് കാലത്ത് ആൾക്കാർ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിച്ചു. റെക്റ്റാങ്കിൾ ആക്കാൻ സാധിക്കുന്ന നമ്പേഴ്സിനെ അവർ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈം നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ ഓൺലി 1 ആൻഡ് ഇറ്റ് സെൽഫ്, ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 1 ഇറ്റ് സെൽഫ് ആൻഡ് എനി അതർ നമ്പർ. പണ്ട് കാലത്ത് കല്ലുകൾ റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ച് ആൾക്കാർ ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഇതെല്ലാം മനസ്സിലാക്കി. പക്ഷേ അവർ ഒബ്സർവ് ചെയ്തു ചുരുക്കം ചില നമ്പേഴ്സിനെ റെക്റ്റാങ്കിൾസ് അല്ല സ്ക്വയർസ് ആയിട്ട് അറേഞ്ച് ചെയ്യാമെന്ന്. ഫോർ എക്സാമ്പിൾ 9നെ 3 കല്ലുള്ള 3 റോ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ 16നെ 4 കല്ലുള്ള 4 റോ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇങ്ങനത്തെ നമ്പേഴ്സിനെ അവർ സ്ക്വയേഴ്സ് എന്ന് വിളിച്ചു. ഇന്ന് നമുക്കറിയാം സ്ക്വയർസ് എന്താ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് ഇസ് എ സ്ക്വയർ. ഫോർ എക്സാമ്പിൾ 4 × 4 ഇസ് എ സ്ക്വയർ, 7 × 7 ഇസ് എ സ്ക്വയർ, 8 × 8 ഇസ് എ സ്ക്വയർ. ഇതാണ് സ്ക്വയർസ്. ഓക്കെ, അപ്പം നമ്മൾ കല്ലുകൾ റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ച് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, സ്ക്വയർസ് ഇതെല്ലാം മനസ്സിലാക്കി. കുട്ടികളെ സ്കൂളിൽ നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ അവർക്ക് നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ടെന്ന് വളരെ ബേസിക് ആയിട്ട് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, 2 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓപ്പറേഷൻസിലേക്ക് പോകും. ആദ്യം നമ്മൾ അവർക്ക് അഡിഷൻ പഠിപ്പിച്ചു കൊടുക്കും, വിച്ച് ഇസ് ഗ്രേറ്റ്. ആദ്യം അഡിഷനാണ് പഠിപ്പിക്കേണ്ടത്. കാരണം അഡിഷൻ ഇസ് വെരി ഒബ്സർവബിൾ. 5 കല്ലിൻ്റെ കൂടെ ഞാൻ 3 കല്ല് എടുത്ത് വെച്ചാൽ 8 കല്ല് കിട്ടും. വെരി ഒബ്സർവബിൾ, ഗ്രേറ്റ്. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അഡിഷൻ കഴിഞ്ഞിട്ട് കുട്ടികളെ നമ്മൾ സ്ട്രെയിറ്റ് സബ്ട്രാക്ഷൻ പഠിപ്പിക്കും. ദ പ്രോബ്ലം വിത്ത് സബ്ട്രാക്ഷൻ ഇസ് നോട്ട് വെരി ഒബ്സർവബിൾ. 5 കല്ലിൽ നിന്ന് ഞാൻ 3 കല്ലെടുത്ത് മാറ്റിയാൽ ഗ്രേറ്റ്, 2 കല്ലുണ്ട്, ഒബ്സർവബിൾ. പക്ഷേ 3 കല്ലിൽ നിന്ന് ഞാൻ 5 കല്ലെടുത്ത് മാറ്റിയാലോ? 2 ബിസ്ക്കറ്റുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് 6 ബിസ്ക്കറ്റ് എടുക്കാൻ എനിക്ക് സാധിക്കില്ല. എക്സെപ്റ്റ് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ എനിക്കത് ചെയ്യാം. 2 ബിസ്ക്കറ്റുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് 6 ബിസ്ക്കറ്റ് ഞാൻ എടുത്താൽ നിങ്ങളുടെ കയ്യിൽ -4 ബിസ്ക്കറ്റ് ആയിരിക്കും. -4 ബിസ്ക്കറ്റ്, -4 നെഗറ്റീവ് നമ്പേഴ്സ്. സബ്ട്രാക്ഷൻ കാരണം നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി പഠിക്കേണ്ടി വരുന്നു. ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആൾക്കാരിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് വില കൊടുത്ത് നെഗറ്റീവ് നമ്പേഴ്സ് അവോയ്ഡ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സിൽ ലോസ് സംഭവിച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സിന് വരെ നമ്മൾ റെഡ് കളറിൽ കാണിക്കും. ജൂലിയസ് സീസർ ഏത് വർഷം ജനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ -100 പകരം പറയും 100 BC എന്ന്. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ -1നും -2നും പകരം പറയും basement 1 basement 2. ബേസിക്കലി നെഗറ്റീവ് നമ്പേഴ്സ് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ഐഡിയ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ഈവൻ മോർ കൺഫ്യൂസിങ് ഇസ് ദ ഫാക്ട് ദാറ്റ് എ നെഗറ്റീവ് നമ്പർ ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ ഇസ് എ നെഗറ്റീവ് നമ്പർ, while a negative number into a negative number is a positive number. For example, -1 into 3 is -3, പക്ഷേ -1 into -1 is 1. -1 into 3 എന്താ -3 എന്ന് ആക്ച്വലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം 1 into 3 എന്താണ്? 1 + 1 + 1 3. -1 into 3 എന്താണ്? ഇപ്പോൾ -1 + -1 + -1 -3. ആൻഡ് ലോജിക്കലി ഓൾസോ ഇറ്റ് മേക്ക് സെൻസ്. ഞാൻ നിങ്ങളുടെ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തു, വീണ്ടും ഒരു ബിസ്ക്കറ്റ് എടുത്തു, വീണ്ടും ഒരു ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം എത്ര ബിസ്ക്കറ്റ് നഷ്ടമായി? ആദ്യം -1, പിന്നെ -1, പിന്നെ -1, മൊത്തം -1 into 3 -3. കൺഫ്യൂഷൻ ഈ -1 into -1 വരുമ്പോഴാണ്. -1 into -1 എങ്ങനെയാണ് +1 ആവുന്നത്? നെഗറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ എങ്ങനെയാണ് പോസിറ്റീവ് നമ്പർ ആവുന്നത്? ദിസ് മൈറ്റ് കം ടു ആസ് എ ലിറ്റിൽ സർപ്രൈസ്. പക്ഷേ ഇതിന് ആക്ച്വലി ഒരു സോളിഡ് പ്രൂഫൊന്നുമില്ല. ഇത് മോർ ലൈക്ക് എ കൺവെൻഷനാണ്. നമ്മൾ പറയില്ലേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഒരു കൺവെൻഷനാണ്. ഈ കൺവെൻഷനിലേക്ക് എത്താനുള്ള റീസണബിൾ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. -1 into 3 -3, -1 into 2 -2, -1 into 1 -1, -1 into 0 0. അപ്പം -1 into -1 എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ നമ്പർ കുറഞ്ഞു വരികയാണ്. 3 2 1 0 പിന്നെ -1. അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ നമ്പർ കൂടിക്കൂടി വരികയാണ്. -3 -2 -1 0. അപ്പോൾ അടുത്ത് എന്തായിരിക്കണം? 1. ഇതുപോലൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ ആക്ച്വലി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തുകൊണ്ട് പോസിറ്റീവ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലാതെ അതിനൊരു സോളിഡ് പ്രൂഫില്ല. അഡീഷണൽ സബ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അടുത്ത മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. കുട്ടിക്കാലത്ത് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് 5 into 7 = 7 into 5. ആ ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് why is 5 into 7 = 7 into 5? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. 7 into 5 എന്ന് പറയുന്നത് എന്താ? 7 + 7 + 7 + 7 + 7. അതായത് 7 14 21 28 35. 5 into 7 എന്താ? 5 + 5 + 5 + 5 + 5 + 5 + 5. 5 10 15 20 25 30 35. കറക്റ്റ് ഈ പോയിന്റിൽ എങ്ങനെ 5 into 7 7 into 5 സെയിം ആയി? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വീണ്ടും കല്ലുകൾ ഉപയോഗിക്കാം. 5 into 7 എന്താണ്? 5 കല്ലിൻ്റെ 7 റോ. 7 into 5 എന്താണ്? 7 കല്ലിൻ്റെ 5 റോ.
ഞാൻ ഒന്ന് നോക്കിയാൽ ഇത് രണ്ട് സെയിം ആണ്, ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് 5 into 7 7 into 5 സെയിം ആവുന്നത്. ഇതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത്. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. 36 into 46 into 56 is the same as 46 into 36 into 56 equals 56 into 46 into 36. The order simply does not matter. ഇതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന പല കാൽക്കുലേഷൻസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 7% 50 എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. 7% എത്ര? പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ 7% of 50 സെയിം ആസ് 50% of 7. 7% of 50 എന്താണ്? 7/100 into 50 ഈക്വൽ 7 into 50/100. 7 into 50 എന്താണ്? 50 into 7. അതാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്. 50 into 7/100 എന്താ? 50/100 into 7 which is 50% of 7. 50% of 7 എന്താ? 3.5. സോ ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ ഓർത്താൽ പല ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോ അഡീഷണൽ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ -2 -1 5 4 3 2 7 8 -20 ഇതുപോലത്തെ നമ്പേഴ്സ് മതി. പക്ഷേ നമുക്ക് ഡിവിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഒരു കേക്ക് ഞാൻ 3 ഈക്വൽ കഷ്ണമായിട്ട് മുറിച്ചാൽ അതിൽ ഓരോ കഷ്ണവും 3 ഈക്വൽ കഷ്ണങ്ങളുടെ ഒരു പാർട്ടാണ്, 1/3. ഞാൻ ഒരു കേക്ക് 7 കഷ്ണമായിട്ട് മുറിച്ചാൽ അതിൽ ഓരോ കഷ്ണവും 7 ഈക്വൽ കഷ്ണങ്ങളുടെ ഒരു ഭാഗമാണ്, 1/7. നോ ഈ 1/4 3/7 1/5 2/5 14/15 ഇതിനെല്ലാം നമ്മൾ ഫ്രാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻസിനെ നമുക്ക് ഡെസിമൽസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1/4 നമുക്ക് 0.25 എന്ന് എഴുതാം, 1/3 നമുക്ക് 0.3333 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/5 നമുക്ക് 0.2 എന്ന് എഴുതാം, 4/5 നമുക്ക് 0.8 എന്ന് എഴുതാം. അതായത് നമുക്ക് ഫ്രാക്ഷൻസിനെ ഡെസിമൽസ് ആയിട്ട് എഴുതാം. 1/4 0.25 എന്ന് എഴുതാം. അതുപോലെ ഡെസിമൽസിനെ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാം. 0.25 1/4 എന്ന് എഴുതാം. എക്സെപ്റ്റ് ചില ഡെസിമൽസിനെ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന റാൻഡം സ്ട്രിങ് ഓഫ് ഡെസിമൽസിന് ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 3.53456123567 എന്ന് പറഞ്ഞാൽ റാൻഡംലി പോകുന്ന ഡെസിമൽസിനെ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ 0.121514327413 ഇങ്ങനെ റാൻഡമായിട്ട് പോകുന്ന ഇൻഫിനിറ്റ് സ്ട്രിങ് ഓഫ് ഡെസിമൽസിനെ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇങ്ങനത്തെ ഡെസിമൽസിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കി നമ്പേഴ്സ് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന ബാക്കി എല്ലാ നമ്പേഴ്സുമാണ് റാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 3നെ എനിക്ക് 3/1 എന്ന് എഴുതാം, 15നെ എനിക്ക് 15/1 എന്ന് എഴുതാം, -20യെ -20/1 എന്ന് എഴുതാം, 0.4നെ എനിക്ക് 4/10 എന്ന് എഴുതാം, അതായത് 2/5 എന്ന് എഴുതാം, 0.25നെ എനിക്ക് 1/4 എന്ന് എഴുതാം. ഇറാഷണൽ നമ്പേഴ്സിനെ പക്ഷെ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ അവ റെയറാണ്. അല്ല, there are in fact more irrational numbers than rational numbers. അതായത് നമുക്കറിയാവുന്ന എല്ലാ റെഗുലർ നമ്പേഴ്സും 1 2 3 4 5 -1 -2 -3 -4 അല്ലെങ്കിൽ 0.25 1/3 1/6 1/10 ഇതിനെ എല്ലാക്കാളിലും കൂടുതൽ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഒരുപാട് ഫേമസ് നമ്പേഴ്സ് ഇറാഷണലാണ്. ഫോർ എക്സാമ്പിൾ സ്ക്വയർ റൂട്ട് ഓഫ് 2. സ്ക്വയർ റൂട്ട് ഓഫ് 2 ഒരു ഇറാഷണൽ നമ്പറാണ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2നെ എനിക്ക് ഒരിക്കലും ഒരു ഫ്രാക്ഷനായിട്ട് എഴുതി കാണിക്കാൻ പറ്റില്ല. പക്ഷേ അതെങ്ങനെ എനിക്ക് തെളിയിക്കാൻ പറ്റും? നാളെ ഒരുത്ത എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2നെ ഫ്രാക്ഷനായിട്ട് എഴുതി കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയാം എന്നൊന്ന് എഴുതി കാണിക്കുക. അപ്പം പറയാം അവൻ അറിഞ്ഞുകൂടാ, പക്ഷേ അവൻ ഉറപ്പാണ് ഫ്രാക്ഷനായിട്ട് എഴുതി കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്തല്ലേ പറ്റൂ ഫ്രാക്ഷനായിട്ട് എഴുതി കാണിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രൂഫ് പഠിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 എങ്ങനെ ഇറാഷണൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൂഫിനെ നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻഫാക്ട് റാഷണൽ ആണെന്ന്. അതായത് അതിനെ ഫ്രാക്ഷനായിട്ട് എഴുതി കാണിക്കാൻ പറ്റുമെന്ന്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഈക്വൽ ടു p/q വേർ p and q ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. വെറുതെ 10/20 എന്ന് എഴുതണ്ടല്ലോ, 1/2 എന്ന് എഴുതിയാൽ പോരെ. അല്ലെങ്കിൽ 20/25 എന്ന് എഴുതണ്ടല്ലോ, 4/5 എന്ന് എഴുതിയാൽ പോരെ. കോമൺ ഫാക്ടേഴ്സ് എപ്പോഴും കട്ട് ചെയ്യുമല്ലോ. സോ ലെറ്റ് റൂട്ട് 2 ഈക്വൽ ടു p/q വേർ p and q ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് റൂട്ട് 2 റാഷണൽ ആണെന്ന്. നമുക്ക് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. അതാകുമ്പോൾ റൂട്ട് 2 the whole square equals p²/q². റൂട്ട് 2 whole square എന്താ 2 ഈക്വൽസ് p²/q². അതായത് p² ഈക്വൽസ് 2q². p² ഈക്വൽസ് 2 ഇൻറ്റു സം നമ്പർ. 2 ഇൻറ്റു സം നമ്പർ എന്ന് പറയുമ്പം അത് എപ്പോഴും ഈവൻ ആയിരിക്കില്ലേ. 2 ഇൻറ്റു എനി നമ്പർ ഇസ് ആൻ ഈവൻ നമ്പർ. അതായത് p² ഈക്വൽസ് ആൻ ഈവൻ നമ്പർ. നോ p² ഈവൻ ആണെങ്കിൽ p ഈവൻ ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കും, 4² 16 ഈവൻ ആകുമ്പോൾ 4 ഈവൻ ആയിരിക്കും. അല്ലെങ്കിൽ 64 ഈവൻ ആകുമ്പോൾ 8 ഈവൻ ആയിരിക്കും. p² ഈവൻ ആണെങ്കിൽ p ഈവൻ ആയിരിക്കും. നോ p ഈവൻ ആയ സ്ഥിതിക്ക് നമുക്ക് pനെ 2a എന്ന് എഴുതാം. കാരണം അതാണല്ലോ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സം നമ്പർ. അതായത് p² ഈക്വൽ ടു 2q² ബിക്കംസ് 2a the whole square ഈക്വൽസ് 2q². അതായത് 4a² ഈക്വൽ ടു 2q².
ക്യൂ സ്ക്വയർ ഈക്വൽസ് 2a സ്ക്വയർ. അതായത് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു സം നമ്പർ. അതായത് ക്യൂ സ്ക്വയർ 2 ഇൻറ്റു സം നമ്പറാണ്. അപ്പോൾ ക്യൂ സ്ക്വയർ ഈവൻ ആയിരിക്കണം. ക്യൂ സ്ക്വയർ ഈവൻ ആണെങ്കിൽ ക്യൂ ഈവൻ ആയിരിക്കണം. അതായത് ക്യൂ ഈവൻ ആണ്. അപ്പോൾ പി യു ഈവൻ ആണ്, ക്യൂ ഈവൻ ആണ്. രണ്ടും ഈവൻ ആണെങ്കിൽ രണ്ടിനൊരു കോമൺ ഫാക്ടർ ഇല്ലേ 2. കാരണം ഈവൻ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2. പക്ഷേ തുടങ്ങിയപ്പം പിനും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഇല്ലായിരുന്നു. ചെയ്ത് തീർത്തപ്പം പിനും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ചെയ്തതിൽ എന്തോ കാര്യമായ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ അസംഷനാണ് ആ മിസ്റ്റേക്ക്. നമ്മൾ √2 ഈക്വൽസ് പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യൂ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് നേടി. പക്ഷേ സോൾവ് ചെയ്തപ്പോൾ പി ആൻഡ് ക്യൂ ഹാവ് എ കോമൺ ഫാക്ടർ എന്ന് കിട്ടി. അതായത് നമ്മുടെ അസംഷനേ തെറ്റാണ്. √2നെ പി ബൈ ക്യൂ എന്ന് എഴുതാൻ പറ്റില്ല. √2 ഇറാഷണലാണ്. ഓക്കെ ഗൈസ്, വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ച ബുക്സിനെ പറ്റി പറയാം. 2 ബുക്സിൽ നിന്നാണ് ഈ വീഡിയോൻ്റെ ഇൻഫർമേഷൻ വരുന്നത്. ഒന്ന് 1089 ബൈ ഡേവിഡ് ഏക്സൺ ആൻഡ് രണ്ടാമത്തെ ദ ജോയ് ഓഫ് എക്സ് ബൈ സ്റ്റീവൻ സ്ട്രോഗാറ്റ്സ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, നിസാരത്തിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കുകയാണെങ്കിൽ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ബുക്സ്, റിസർച്ച് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ്, വീഡിയോസ് എല്ലാത്തിൻ്റെയും ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ബുക്സ് വായിച്ച് നോക്കണമെങ്കിൽ ഈ ബുക്സ് ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വായിച്ച് നോക്കാവുന്നതാണ്. ഓൾസോ ഗൈസ്, നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു എഫക്റ്റീവ് വേ ആണ് ഒരുപാട് ഇൻഫർമേഷൻ എടുക്കാൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഓഡിയോ ബുക്ക് വായിച്ചായിരുന്നു, ശ്രീനിവാസ രാമാനുജൻ ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ശ്രീനിവാസ രാമാനുജൻ ആരും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ മാത്ത് ജീനിയസ് ആണ്. അദ്ദേഹത്തിൻ്റെ കഥയായിരുന്നു. ഞാൻ ഓഡിയോ ബുക്ക് ഞാൻ കേൾക്കുന്നത് ജനറലി ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് 2x സ്പീഡിലിട്ടോ അല്ലെങ്കിൽ 1.5x സ്പീഡിലിട്ടോ വേഗം കുറേ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യാം. ഓഡിയോ ബുക്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുക്കു FM ചെക്കൗട്ട് ചെയ്യുക. ഞാൻ മുമ്പ് പലതവണ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ചീപ്പാണ്. എൻ്റെ കോഡായ NM200 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഓഫ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അവർക്ക് 25 lakh പ്ലസ് ട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ട്. ആൻഡ് മന്ത്ലി 20 ന്യൂ ബുക്സ് എങ്കിലും ആഡ് ആവുന്നുണ്ട് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ. മലയാളത്തിൽ ആഡ് ആവുന്നുണ്ട്, ഇംഗ്ലീഷിൽ ആഡ് ആവുന്നുണ്ട്, ഹിന്ദിയിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ബുക്സ് അവൈലബിൾ ആണ്. ആൻഡ് ജസ്റ്റ് 49 rupees പെർ മന്തേ ഉള്ളൂ. മന്ത്ലി ഒരു 2 രൂപ പെർ ഡേ ചിലവാക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കുക്കു FM ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് വളരെ ബേസിക് മാത്താണ്. ഇനി നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകാം. നമുക്ക് ഓൾജിബ്രയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഞാൻ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാ വെക്കേഷനും നാട്ടിൽ പോകുമായിരുന്നു അമ്മൂമ്മയുടെ അടുത്ത്. ആൻഡ് എല്ലാ വെക്കേഷനും നാട്ടിൽ പോകുമ്പോഴും അമ്മൂമ്മ എനിക്ക് കുറച്ച് പൈസ തരുമായിരുന്നു. എല്ലാ വെക്കേഷനും അമ്മൂമ്മ തരുന്നത് സെയിം എമൗണ്ട് തന്നെയായിരുന്നു. പക്ഷേ ആ എമൗണ്ട് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. 300 രൂപയാണോ 500 രൂപയാണോ 700 രൂപയാണോ എനിക്ക് ഓർമ്മയില്ല. 3 വെക്കേഷന് ഞാൻ ഇതുപോലെ നാട്ടിൽ പോയി. 4ാമത്തെ വെക്കേഷൻ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ വിഷുവിന് അച്ഛൻ എനിക്കൊരു 100 രൂപ തന്നു. ഈ കിട്ടിയ പൈസ എല്ലാം ഞാൻ കുടുക്കയിലാണ് ഇട്ട് വെച്ചത്. അവസാനം ഞാൻ കുടുക്ക പൊട്ടിച്ചപ്പം കുടുക്കയിൽ 1000 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വെക്കേഷനും അമ്മൂമ്മ എനിക്ക് തന്നത് എത്ര രൂപയായിരുന്നു? ഇത് ആക്ച്വലി എളുപ്പമാണ് ഇത് സോൾവ് ചെയ്യാൻ. അമ്മൂമ്മ എനിക്ക് ഓരോ വെക്കേഷനും തന്ന രൂപ X ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ വെക്കേഷൻ അമ്മൂമ്മ X തന്നു. 2ാമത്തെ വെക്കേഷന് വീണ്ടും ഒരു X rupees തന്നു. 3ാമത്തെ വെക്കേഷന് വീണ്ടും ഒരു X rupees തന്നു. അപ്പോൾ ടോട്ടൽ X + X + X 3x പ്ലസ് അച്ഛൻ എനിക്കൊരു 100 രൂപ തന്നു 100. അപ്പോൾ 3x + 100 ഈക്വൽ ടു കുടുക്ക പൊട്ടിച്ചപ്പോഴത്തെ ടോട്ടൽ പൈസ 1000. 3x + 100 ഈക്വൽ ടു 1000. 3x ഈക്വൽ ടു 900. x ഈക്വൽ ടു 300. സിമ്പിൾ. ഇത് സിമ്പിൾ ഓൾജിബ്രയാണ്, ബേസിക് ആണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഇതറിയാം. X, Y പോലുള്ള വേരിയബിൾസ് ഉപയോഗിച്ച് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓൾജിബ്ര എന്ന് വിളിക്കുന്നത്. ബൈ ദ വേ, ഇക്വേഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ലോകത്ത് ആദ്യമായിട്ട് ഈക്വൽ ടു സൈൻ ഉപയോഗിക്കുന്നത് 1557 റോബർട്ട് റെക്കോർഡ് എഴുതിയ ദ വെറ്റ്സ്റ്റോൺ ഓഫ് വിറ്റ് എന്ന ബുക്കിൽ നിന്നാണ്. അതിനു മുമ്പ് ഈക്വൽ ടു റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ഈ സൈൻ ഉപയോഗിച്ചല്ല. എനിവേസ്, കമ്മിങ് ബാക്ക്, നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത 3x + 100 ഈക്വൽ ടു 1000 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷനാണ്. കാരണം അതിലെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. 3x എന്ന് പറയുന്നത് 3x⁻1 ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. പക്ഷേ ചില ഇക്വേഷൻസിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ 1-നേക്കാളും കൂടും. ചിലപ്പോൾ x² വരും, ചിലപ്പോൾ x³ വരും. ഇങ്ങനത്തെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ 2 വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ x² + 3x + 5 = 0, അല്ലെങ്കിൽ x² - 7x + 10 = 0. ഇങ്ങനത്തെ ഇക്വേഷൻസിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മളെല്ലാ സ്കൂളിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് സോൾവ് ചെയ്യാൻ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എന്തിനാ ആക്ച്വലി ഇപ്പം പോലും എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിള്ളേർ എന്തിനാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പഠിപ്പിക്കുന്നത്, പിള്ളേർക്ക് വല്ല ഗുണമുള്ള കാര്യം പഠിപ്പിച്ചു കൊടുത്തൂടെ?
നമ്മൾ പിള്ളേരെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിക്കുന്നത് ഇസ് സിംപ്ലി ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ് എവരിവെയർ. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. നിങ്ങൾക്ക് റോക്കറ്റ് പറത്തണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. നിങ്ങൾക്ക് ഗ്രാവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും പഠിക്കണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. നിങ്ങൾക്ക് എക്കണോമിക്സും വെൽത്തും പഠിക്കണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. നിങ്ങൾക്ക് സ്പീഡും വെലോസിറ്റി ആക്സലറേഷൻ പ്രോജക്ടൈൽസിനെ പറ്റി പഠിക്കണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. കീമോതെറപ്പിയിൽ എത്ര റേഡിയേഷൻ ഉപയോഗിക്കുന്നത് പഠിക്കണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. FM റേഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലാത്ത ലൈഫിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇല്ല. ഇറ്റ്സ് എവരിവെയർ. അതുകൊണ്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തിനു പഠിക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മളെല്ലാ സ്കൂളിൽ ഒരു കൊനസ്റ്റ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. x = -b ± √(b² - 4ac/2a). Now this formula is good. It works, it never fails and it saves time. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല കാണാതെ പഠിച്ചിട്ട് ഉപയോഗിക്കുമ്പം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാലേ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കിയാലേ നമ്മൾ മാത്ത് സോൾവ് ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കൂ. ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ഇക്വേഷൻ ഇട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാം. x² + 10x - 39 = 0. ഈ ഇക്വേഷനെ നമുക്ക് ഒരു ഫോർമുല ഇല്ലാതെ വിഷ്വലൈസ് ചെയ്ത് സോൾവ് ചെയ്യാം. x² + 10x - 39 = 0-നെ നമുക്ക് x² + 10x = 39 എഴുതാം. ആൻഡ് x² + 10x-നെ നമുക്ക് x² + 5x + 5x എന്ന് എഴുതാം. 5x + 5x 10x ആണല്ലോ. സോ x² + 5x + 5x = 39. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? അതിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ സ്ക്വയർ അല്ലേ? ഒരു സ്ക്വയറിൻ്റെ സൈഡ് a ആണെങ്കിൽ അതിൻ്റെ ഏരിയ a² ആയിരിക്കും. ഒരു സ്ക്വയറിൻ്റെ സൈഡ് 2 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ 2 മീറ്റർ × 2 മീറ്റർ 4 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x² എന്താണ്? x² എന്ന് പറയുന്നത് x സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയയാണ് അല്ലേ? അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 2 മീറ്റർ ലെങ്ത്തും 5 മീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 2 മീറ്റർ × 5 മീറ്റർ 10 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 5x എന്താണ്? 5 ലെങ്ത്തും x ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. അല്ലെങ്കിൽ 5 ബ്രെഡ്ത്തും x ലെങ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. അപ്പം നമുക്ക് ഈ സ്ക്വയറും രണ്ട് റെക്റ്റാങ്കിളും വരയ്ക്കാം. x² എന്ന് പറയുന്നത് x സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ. 5x എന്ന് പറയുന്നത് 5 ലെങ്ത്തും x ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. 5x എന്ന് പറയുന്നത് ഓൾസോ 5 ബ്രെഡ്ത്തും x ലെങ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഈ സ്ക്വയറും രണ്ട് റെക്റ്റാങ്കിളും കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ ഈ ചേർത്ത് വെച്ചേക്കുന്ന ഫിഗറിൻ്റെ ഏരിയ എന്താണ്? x² സ്ക്വയറിൻ്റെ ഏരിയ + 5x റെക്റ്റാങ്കിളിൻ്റെ ഏരിയ + 5x റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. x² + 5x + 5x. x² + 5x + 5xൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, 39. അത് ഇക്വേഷനിൽ തന്നെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് കുറച്ച് ഇറസിസ്റ്റബിൾ ആണ്. നമ്മൾ ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം, നമ്മൾ രണ്ട് ഇമാജിനറി ലൈനിൽ ചേർത്ത് വെച്ചാൽ എല്ലാം കൂടെ നല്ല വൃത്തിയുള്ളൊരു സ്ക്വയറാവും. പക്ഷേ ഈ രണ്ട് ഇമാജിനറി ലൈൻ നമ്മൾ തൊടുമ്പം അവിടെ ഒരു എക്സ്ട്രാ സ്ക്വയർ ഉണ്ടാകുന്നു. ആ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? അതിൻ്റെ സൈഡ് ലെങ്ത് എന്താണെന്ന് നോക്കൂ, 5 ആണ്. ആ 5² ആണ് ആ സ്ക്വയറിൻ്റെ ഏരിയ. ഈ രണ്ട് ലൈന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. ആൻഡ് ആ സ്ക്വയറിൻ്റെ ഏരിയ 25 ആണ്, 5 × 5. ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ ചേർത്താൽ അപ്പുറത്തും അതേ സ്ക്വയർ ചേർക്കണം. അപ്പോൾ അപ്പുറത്തും അതേ സ്ക്വയർ ചേർക്കാം. 5 × 5 25 അപ്പുറത്തും വരും. ഇപ്പം നമ്മൾ നോക്ക്, ലെഫ്റ്റിലുള്ളത് മൊത്തത്തിലൊരു വലിയ സ്ക്വയറാണ്. x + 5 സൈഡ് ലെങ്ത് ഉള്ളൊരു വലിയ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? x + 5 ദ ഹോൾ സ്ക്വയർ. ആൻഡ് x + 5 ദ ഹോൾ സ്ക്വയർ എന്താണ്? റൈറ്റ് സൈഡിൽ 39 + 25. x + 5 ദ ഹോൾ സ്ക്വയർ = 64. അതായത് x + 5 = ±8, x = 3 or x = -30. Now this is how you actually solve quadratic equations. എല്ലാ തവണ ഇങ്ങനെ സോൾവ് ചെയ്യണമെന്നല്ല, പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് മനസ്സിലാക്കാനും വിഷ്വലൈസ് ചെയ്യാനും കുറേ കൂടെ എളുപ്പമായിരിക്കും. ആൻഡ് ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് ദിസ് ഫോർമുല. a + b ദ ഹോൾ സ്ക്വയർ = a² + b² + 2ab. എല്ലാവരും കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചത് തലയിൽ വെച്ചേക്കുക. ആൻഡ് പല സിനിമകളിലും ഇത് റെഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. Squared plus ax plus squared plus ഇത് കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കേണ്ടി വരുന്നത് ഇസ് ബിക്കോസ് ഈ ഫോർമുല എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഫോർമുല എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാനും ഓർക്കാനും ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇത്തവണ ഒരു സ്ക്വയർ എടുക്കാം. ആൻഡ് ഇത്തവണ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് a + b. a + b സൈഡ് ലെങ്ത് ഉള്ളൊരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? a + b × a + b which is a + b ദ ഹോൾ സ്ക്വയർ. കാരണം സ്ക്വയറിൻ്റെ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ a + b ദ ഹോൾ സ്ക്വയർ. ഈ സ്ക്വയറിൽ നമുക്ക് രണ്ട് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ഈ സ്ക്വയർ 4 റീജിയനായി. ആദ്യത്തെ റീജിയൻ ഒരു സ്ക്വയറാണ്, അതിൻ്റെ സൈഡ് ലെങ്ത് a ആണ്, അപ്പോൾ അതിൻ്റെ ഏരിയ a² ആയിരിക്കും. രണ്ടാമത്തെ റീജിയൻ ഒരു സ്ക്വയറാണ്, അതിൻ്റെ സൈഡ് ലെങ്ത് b, അപ്പോൾ അതിൻ്റെ ഏരിയ b² ആയിരിക്കും.
മൂന്നാമത്തെ റീജിയൻ ഒരു റെക്റ്റാങ്കിളാണ്, ലെങ്ത് എ ബ്രെഡ്ത്ത് ബി. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? എ ഇൻറ്റു ബി, എ ബി. നാലാമത്തേതും ഒരു റെക്റ്റാങ്കിളാണ്, ലെങ്ത് ബി ബ്രെഡ്ത്ത് എ. അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? എ ബി അല്ലെങ്കിൽ ബി എ. സോ ടോട്ടൽ ഏരിയ എന്താണ്? ഏരിയ ഓഫ് 1 പ്ലസ് ഏരിയ ഓഫ് 2 പ്ലസ് ഏരിയ ഓഫ് 3 പ്ലസ് ഏരിയ ഓഫ് 4 വിച്ച് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി വിച്ച് ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇങ്ങനെയാണ് ഈ ഫോർമുല വരുന്നത്. നമ്മൾ വരച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ ഈ ഫോർമുല ആക്ച്വലി ഓർക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ ഫോർമുല എങ്ങനെ ഉണ്ടാവുന്നത് എന്നവർ മനസ്സിലാക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മാത്സ് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. വെറും കുറേ ലെറ്റേഴ്സും കുറേ നമ്പേഴ്സും കാണിക്കുന്നതിന് പകരം ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓൾജിബ്രയെ പറ്റിയുള്ള ഡിസ്കഷൻ മൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ജോമെട്രിയിലേക്ക് പോകാം. ജോമെട്രി മുഴുവൻ കവർ ചെയ്യാനൊന്നും ടൈമില്ല, പക്ഷേ ജോമെട്രിയിൽ നമുക്കെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു ഷേപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സർക്കിൾസ്. നമുക്ക് കുട്ടിക്കാലത്ത് ഒരു ജോമെട്രി ബോക്സ് കിട്ടിയാൽ നമ്മളെല്ലാം ആദ്യം ചെയ്യുന്നത് തന്നെ അതിലെ കോമ്പസ് ഉപയോഗിക്കുകയാണ്. കോമ്പസിലൊരു പെൻസിൽ ഫിറ്റിയിട്ട് നമ്മളെല്ലാം സർക്കിൾസ് വരച്ച് പഠിക്കും. സർക്കിൾസ് വരയ്ക്കാൻ നമ്മളെല്ലാം കോമ്പസ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒരു സർക്കിളിൻ്റെ ഡെഫിനിഷൻ. സർക്കിളിൻ്റെ സെൻറ്റർ തൊട്ട് സർക്കിളിലെ ഏത് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അതാണ് ഒരു സർക്കിൾ. എനിവേസ് നമുക്ക് എല്ലാവർക്കും അതറിയാം. സർക്കിൾസിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ സർക്കിൾസിനെ അസോസിയേറ്റ് ചെയ്തൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഏതൊരു സർക്കിളിൻ്റെയും സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഫേമസ്ലി പൈ എന്ന് വിളിക്കുന്നത്. സർക്കിൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും സർക്കിളിൻ്റെ സർക്കംഫറൻസ് ടു ഡയമീറ്റർ റേഷ്യോ പൈ ആയിരിക്കും. നൗ പൈൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പൈൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ആണ്. ഇറ്റ്സ് റഫ്ലി 3.1415926535897 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കമ്പ്യൂട്ടേഴ്സ് ആക്ച്വലി 30 ട്രില്യൺ ഡെസിമൽ പ്ലേസസ് വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. ഒരു ഇറാഷണൽ നമ്പർ എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഒരു ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ്. ഇറാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻറ്റ്സ് ഇങ്ങനെ എൻലെസ്ലി ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടേയിരിക്കും. പൈ ഒരു ഇറാഷണൽ നമ്പറാണ്. പൈനെ പറ്റി ഞാൻ എന്താ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പൈന് എന്താ ഇത്രയും സ്പെഷ്യൽ? വെൽ, ഇറ്റ്സ് ബിക്കോസ് പൈ ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ജോമെട്രി. നമ്മൾ ഉദ്ദേശിക്കാത്ത പല സ്ഥലത്തും പൈ കാണാൻ പറ്റും. മാത്തമാറ്റിക്സിൽ ജോമെട്രി ആയിട്ട് ബന്ധമില്ലാത്ത പല സ്ഥലങ്ങളിലും പൈ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ സീരീസ് എടുക്കുക. 1 - 1/3 + 1/5 - 1/7 + 1/9 - 1/11 + 1/13 - 1/15 അപ് ടു ഇൻഫിനിറ്റി. ഈ സീരീസിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? π/4. ഇതിൻ്റെ ആൻസർ എങ്ങനെ π/4 ആവും? പൈക്ക് എന്താ ഈ നമ്പേഴ്സുമായിട്ട് കണക്ഷൻ? കുറേ ഓഡ് നമ്പർ ഫ്രാക്ഷൻസ് വെച്ചുള്ളൊരു ഇൻഫിനിറ്റ് സീരീസിൻ്റെ ആൻസറും ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ടു ഡയമീറ്റർ റേഷ്യോയും തമ്മിൽ എന്ത് ബന്ധം? ഇൻഫാക്ട് ഇതിൻ്റെ ആൻസർ π/4 ആണെന്ന് കണ്ടുപിടിച്ച മാത്തമാറ്റീഷ്യനായ ലെബനിറ്റ്സിന് വരെ ഇത് ഭയങ്കര അമ്യൂസിംഗ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോഡ് റിയലി ലവ്സ് ഓഡ് നമ്പേഴ്സ്. മറ്റൊരു ഫേമസ് ഇൻഫിനിറ്റ് സീരീസാണ് 1 + 1/2² + 1/3² + 1/4² + 1/5² + 1/6² + 1/7² അപ് ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? π²/6. മറ്റൊരു എക്സാമ്പിൾ തരാം. നിങ്ങളൊരു കോയിൻ എടുക്കുക, എന്നിട്ട് ആ കോയിൻ കുറേ തവണ ടോസ് ചെയ്യുക, ഒരു 10 കോടി ടൈം ടോസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാക്ട്ലി 5 കോടി ഹെഡ്സും 5 കോടി ടെയിൽസും വരാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് അറിയാമോ? 1/√5 crore പൈ. അതായത് നിങ്ങൾ 2n ടൈംസ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം എക്സാക്ട്ലി n ഹെഡ്സും n ടെയിൽസും വരാനുള്ള പ്രോബിലിറ്റി 1/√10 പൈ ആണ്. വേർ n ഇസ് വെരി ലാർജ്. നിങ്ങളൊരു 5 തവണ ടോസ് ചെയ്താൽ അങ്ങനെയല്ല. n ഹാസ് ടു ബി വെരി ലാർജ്. ലെറ്റ്സ് സേ ലൈക്ക് 2 crore 5 crore അത്രയും നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 1/√10 പൈ ആയിരിക്കും. ഒരു കോയിൻ ടോസും പൈയും തമ്മിൽ എന്ത് കണക്ഷൻ? ചെറിയൊരു ഡിസ്ക്ലെയിമർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് സീരീസും ഈ കോയിൻ ടോസും ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് അവിടെ പൈ വരുന്നതെന്ന്. പക്ഷേ നമ്മളെപ്പോലത്തെ ഏതൊരാൾക്കും ചുമ്മാ നോക്കുമ്പം അത് ഭയങ്കര അമ്യൂസിംഗ് ആയിട്ട് തോന്നും. നമുക്കൊരു ഐഡിയയും കിട്ടില്ല എന്തുകൊണ്ടൊരു സർക്കിളുമായി ബന്ധപ്പെട്ട കോൺസ്റ്റൻ്റ് ഇങ്ങനത്തെ റാൻഡം കാര്യങ്ങൾ കയറി വരുന്നു എന്ന്. ഓക്കെ, അപ്പം നമുക്ക് പൈനെ പറ്റിയുള്ള ഈ ഡിസ്കഷനും മൈൻഡപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യില്ലേ ഒരു സീരീസിനെ പറ്റി? 1 - 1/3 + 1/5 - 1/7 + 1/9 - 1/11 അപ് ടു ഇൻഫിനിറ്റി. പിന്നെ വേറൊരു സീരീസ് ഡിസ്കസ് ചെയ്യില്ലേ? 1 + 1/2² + 1/3² + 1/4² + 1/5² അപ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന സീരീസുകളെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻഫിനിറ്റ് സീരീസുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നിങ്ങൾക്കൊരു ഇൻഫിനിറ്റ് സീരീസ് തരാം, സോൾവ് ചെയ്യാൻ നോക്കാം, ആലോചിച്ച് നോക്കിയാൽ പറ്റും. 1/2
പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64 അപ് ടു ഇൻഫിനിറ്റി. ഞാൻ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് തരാം. അതിലും കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ വീഡിയോ പോസ് ഇട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കമൻറ്റ് ബോക്സിലിടും. ഓക്കെ, ഇതിൻ്റെ ആൻസർ 1 ആണ്. ആൻഡ് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് 1 ആവുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു കേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ ആ കേക്കിൻ്റെ പകുതി മുറിച്ച് മാറ്റി 1/2 എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. എന്നിട്ട് ഞാൻ ആ കേക്കിൻ്റെ 1/4 മുറിച്ച് മാറ്റി അതിപ്പുറത്തെ സൈഡിൽ വെച്ചു. എന്നിട്ട് 1/8 മുറിച്ച് മാറ്റി അതിപ്പുറത്തെ സൈഡിൽ വെച്ചു. 1/16 മുറിച്ച് മാറ്റി അതിപ്പുറത്തെ സൈഡിൽ വെച്ചു. 1/32 മുറിച്ച് മാറ്റി ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. 1/64 മുറിച്ച് മാറ്റി ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. എത്ര മുറിച്ചാലും ഈ ഫുൾ കേക്ക് കിട്ടില്ല. ഫുൾ കേക്ക് കിട്ടണമെങ്കിൽ ഇൻഫിനിറ്റ് ടൈംസ് മുറിച്ചാലേ എനിക്ക് ആ മുഴുവൻ കേക്കും കിട്ടും. അങ്ങനെ ഇൻഫിനിറ്റ് ടൈംസ് മുറിക്കുമ്പം മുഴുവൻ കേക്കും കിട്ടും, കേക്ക് ഫുൾ കിട്ടും, 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ എല്ലാ ഇൻഫിനിറ്റ് സീരീസും ഇത്ര സിമ്പിൾ അല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8 അപ് ടു ഇൻഫിനിറ്റിയുടെ ആൻസർ ഇൻഫിനിറ്റി തന്നെയാണ്. ഒരു ഇൻഫിനിറ്റ് സീരീസിന് ഒരു പർട്ടിക്കുലർ ആൻസർ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ഇൻഫിനിറ്റി ആണോ, അല്ലെങ്കിൽ അതിന് ആൻസറേ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. അതിൻ്റെ പാർഷ്യൽ സംസ് കൺവേർജ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 ആ കേക്ക് വെച്ച് നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലത്തിൽ ആദ്യത്തെ 3 ടേം ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആദ്യത്തെ 5 ടേം ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആദ്യത്തെ 7 ടേം ആഡ് ചെയ്ത് നോക്കുക. എന്ത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻസർ 1 അടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. അങ്ങനെ ആകുമ്പോൾ ആ സീരീസിൻ്റെ ആൻസർ 1 ആയിരിക്കും. ആൻസർ പാർഷ്യൽ സംസ് ഏതെങ്കിലും ഒരു നമ്പറിനോട് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ നമ്പർ ആയിരിക്കും ആ സീരീസിൻ്റെ ആൻസർ. പക്ഷേ നമ്മൾ രണ്ടാമത് എടുത്ത സീരീസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8 ആദ്യത്തെ 3 ടേം ആഡ് ചെയ്ത് നോക്കുക, ആദ്യത്തെ 5 ടേം ആഡ് ചെയ്ത് നോക്കുക, ആദ്യത്തെ 7 ടേം ആഡ് ചെയ്ത് നോക്കുക, ആദ്യത്തെ 10 ടേം ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് മനസ്സിലാവും ആൻസർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. അതായത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആൻസർ ഇൻഫിനിറ്റിക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻഫിനിറ്റിയാണ്. ഇനി നമ്മൾ വീഡിയോൻ്റെ ആദ്യം ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചേക്കുക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 - 1 + 1 ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ പാർഷ്യൽ സംസ് എടുത്ത് നോക്കുക. ആദ്യത്തെ 2 ടേം ആഡ് ചെയ്താൽ 0, ആദ്യത്തെ 3 ടേം ആഡ് ചെയ്താൽ 1, ആദ്യത്തെ 4 ടേം ആഡ് ചെയ്താൽ 0, ആദ്യത്തെ 5 ടേം ആഡ് ചെയ്താൽ 1, ആദ്യത്തെ 6 ടേം ആഡ് ചെയ്താൽ 0. അതായത് അതിൻ്റെ പാർഷ്യൽ സം ഒരു നമ്പറിലേക്കും ചെല്ലുന്നില്ല, അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. 0 1 0 1 0 1 0 1. ഇങ്ങനത്തെ സീരീസുകൾക്ക് ആൻസർ ഇല്ല. അതിൻ്റെ ആൻസർ 0 അല്ല, 1 അല്ല, 1/2 അല്ല. ഈ സീരീസിന് ഉത്തരവില്ല. ഓക്കെ, ഇനഫ് മാത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻ നിർത്താം. ആൻഡ് ആസ് യൂഷ്വൽ നമുക്ക് സ്ലൈറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് മാത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്തിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു 10th വരെ. 11th and 12th ആയപ്പോഴാണ് എനിക്ക് മാത്സിൽ ഒരുപാട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ആ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എനിക്ക് മാത്സിൽ ഇത്ര ഇൻട്രസ്റ്റ് വരാൻ കാരണം എനിക്ക് സ്കൂളിൽ ഒരു മാത്സ് സാറുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര പാവമായിരുന്നു, സ്റ്റുഡൻസിനെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. പുള്ളി ചെയ്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് എല്ലാവരെയും പാസ്സാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പുള്ളി എക്സാമിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതാണ് ആ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ആൻസർ ഓഫ് 1 - 1/2 + 1/3 - 1/4 + 1/5 - 1/6 + 1/7 - 1/8 അപ് ടു ഇൻഫിനിറ്റി. സ്റ്റെപ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ആൻസർ എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. നൗ ചില ബുജികളൊക്കെ ഇത് സോൾവ് ചെയ്തതിൻ്റെ ആൻസർ എഴുതി. പക്ഷേ മിക്കവർക്കും ഇതിൻ്റെ ആൻസർ ഇറങ്ങിയോളൂ. ഓരോരുത്തരും ഓരോ ആൻസർക്ക് എഴുതിക്കാൻ തുടങ്ങി. ഞാൻ 1 എന്ന് എഴുതി വെച്ചു, കുറേ പേര് 0 എന്ന് എഴുതി, കുറേ പേര് ഇൻഫിനിറ്റി എന്ന് എഴുതി, കുറേ പേര് -∞ എന്ന് എഴുതി, പിന്നെ ചിലവന്മാർ -50 -100 100 ഹാഫ് കുറേ ആൻസേഴ്സ് എഴുതി. ദ തിങ് ഈസ് റിസൾട്ട് വന്നപ്പോൾ സാർ എല്ലാവരുടെ ആൻസർ ടിക്ക് ചെയ്തിട്ട് 2 മാർക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും കുറച്ച് കൺഫ്യൂസ്ഡായി. സാർ എന്തായി ചെയ്ത്, എന്തിനാ എല്ലാവർക്കും 2 മാർക്ക് വെച്ച് കൊടുക്കുന്നതെന്ന്. സംഭവം ഇവൻച്വലി ഒരു പാരൻ്റ് അറിഞ്ഞു. പാരൻ്റ് ചൂടായി. എൻ്റെ മോൻ കറക്റ്റ് ആൻസറാണ് എഴുതി, അവന് മാത്രം മാർക്ക് കൊടുത്താൽ മതി, എല്ലാ തെറ്റ് എഴുതി വെച്ചേക്കുന്ന എല്ലാവർക്കും എന്തിനാ മാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പാരൻ്റ് പോയി ഇത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രിൻസിപ്പലും പാരൻറ്റും കൂടെ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വന്ന് സാറിനെ ഫയർ ചെയ്തു. നിങ്ങൾ എന്തിനാണ് എല്ലാവർക്കും 2 മാർക്ക് വെച്ച് കൊടുത്തത്, ഇങ്ങനെ പഠിപ്പിക്കാനാണെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട ഇറങ്ങിപ്പോയിക്കൊന്നൊക്കെ. സാറ് ചിരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതിയതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും മാർക്ക് കൊടുത്തതെന്ന്. എന്നിട്ട് സാറ് ചോക്ക് എടുത്തിട്ട് ബോർഡിലൊരു പ്രൂഫ് എഴുതി. എന്നിട്ട് സാറ് പ്രൂവ് ചെയ്തു ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളെല്ലാം എഴുതിയ ആൻസേഴ്സ് ആണെന്ന്. ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ ഭൂമിയിലുള്ള എല്ലാ നമ്പറും ആണെന്ന്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും ക്ലാസ്സിൽ കൈയടിച്ചു.
സാർ ഈ പ്രൂഫിനൊരു പേരിട്ടു. സാർ ഇതിനെ വിളിച്ചത് റീമാൻ റീഅറേഞ്ച്മെൻ്റ് എന്നാണ്. നമ്മളിപ്പോൾ ഈ സീരീസിനെ പറ്റി പഠിച്ച സ്ഥിതിക്ക് റീമാൻ റീഅറേഞ്ച്മെൻറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് അല്ലേ, 1 - 1/2 + 1/3 - 1/4 + 1/5 - 1/6 അപ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റ് സീരീസിന് ആൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്താ പഠിച്ചത് വഴി? പാർഷ്യൽ സംസ് എടുത്ത് നോക്കുക. ആദ്യത്തെ 3 ടേം ആഡ് ചെയ്ത് നോക്കുക, പിന്നെ ആദ്യത്തെ 4 ടേം ആഡ് ചെയ്ത് നോക്കുക, പിന്നെ ആദ്യത്തെ 5 ടേം ആഡ് ചെയ്ത് നോക്കുക, പിന്നെ ആദ്യത്തെ 6 ടേം ആഡ് ചെയ്ത് നോക്കുക. ഈ സീരീസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻസർ എപ്പോഴും 0.69 അടുത്തുകൊണ്ടേയിരിക്കും. 0.69ലേക്കാണ് ഇതിൻ്റെ പാർഷ്യൽ സംസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ 0.69 ആണ്. അതായത് ഇതിനൊരു ആൻസർ ഉണ്ട്. ഇത് ആൻസർ ഇല്ലാത്തൊരു സീരീസ് അല്ല. മറ്റേ 1 - 1 + 1 - 1 + 1ന് പാർഷ്യൽ സംസ് എങ്ങോട്ടും പോകുന്നില്ല. അതിന് 10 10 10 എന്നായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് ആൻസർ ഇല്ല. ഇതിന് പക്ഷേ ആൻസർ ഉണ്ട്. ഇതിൻ്റെ പാർഷ്യൽ സംസ് 0.69ലേക്കാണ് പോകുന്നത്. പക്ഷേ തിങ് ഈസ് ഇതിൻ്റെ ആൻസർ 0.69 മാത്രമല്ല, ഇതിൻ്റെ ആൻസർ ഭൂമിയിലുള്ള എല്ലാ നമ്പറുമാണ്. ഇതാണ് റീമാൻ റീഅറേഞ്ച്മെൻറ്റ്. ഞാൻ കാണിച്ചു തരാം. ഇതേ സീരീസിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ട്വീക്ക് ചെയ്യാം. 1 - 1/2 + 1/3 - 1/4 + 1/5 - 1/6 + 1/7 നമുക്കിങ്ങനെ എഴുതാം. 1 - 1/2 - 1/4 + 1/3 - 1/6 - 1/8 + 1/5 - 1/10 - 1/12 + അങ്ങനെ പോകും. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/2 - 1/4 + 1/6 - 1/8 + 1/10 - 1/12. ആൻഡ് ഇതിൽ നിന്ന് 1/2 നമ്മൾ പുറത്തെടുത്താൽ വി ഗെറ്റ് 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ 1 - 1/2 + 1/3 - 1/4 + 1/5 - 1/6 + 1/7 അപ് ടു ഇൻഫിനിറ്റി. നൗ ഈ ബ്രാക്കറ്റിലുള്ള സാധനം എന്താണ്? ബ്രാക്കറ്റിലുള്ള സാധനം തന്നെയാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0.69. അപ്പം നമുക്ക് വേണ്ട സാധനം എന്താ? 1/2 ഇൻറ്റു 0.69 വിച്ച് ഇസ് 0.345. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഭൂമിയിലുള്ള എല്ലാ നമ്പറും ആക്കാം. -100 ആക്കാം, -50 ആക്കാം, -53.5 ആക്കാം, π ആക്കാം, 34.5 ആക്കാം, 100 ആക്കാം, 1000 ആക്കാം, ഏത് നമ്പർ വേണമെങ്കിലും ആക്കാം. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതാണ് റീമാൻ റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, ദ പോയിന്റ് ഹിയർ ഇസ് നോട്ട് ടു ടോക്ക് അബൌട്ട് റീമാൻ റീഅറേഞ്ച്മെൻറ്റ്. ദ പോയിന്റ് ഇസ് ഈ ഒരു സാറ് ഈ ഒരൊറ്റ പ്രൂഫ് ഉപയോഗിച്ച് ആ എൻറ്റയർ ക്ലാസ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റി. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ക്ലാസ് മാത്സിൽ കൺസിസ്റ്റൻ്റ്ലി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി ഈ ഒരു മനുഷ്യൻ കാരണം. എല്ലാവരും മാത്സിൽ ഇൻട്രസ്റ്റഡായി, ഓൾ ബിക്കോസ് ഓഫ് ദിസ് വൺ മാൻ. അതുകൊണ്ട് ഐ വോണ്ട് ടു ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ ടു യു സർ ഇഫ് യു ആർ വാച്ചിങ്. എനിവേസ്, ഇദ്ദേഹത്തെ പോലെ വേറെ 2-3 ടീച്ചേഴ്സും കൂടെ കാരണമാണ് എനിക്ക് മാത്സിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായത്. Maths is a wonderful subject. It's really fascinating. And so is science, so is art, so is literature. They're all wonderful subjects. And the human brain is naturally curious, but you need to hook it at the right place. കുട്ടികളുടെ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റണം, ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റണം. എന്നാൽ മാത്രമേ അവർക്ക് ആ സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കാൻ തോന്നുള്ളൂ. ഇന്ന് ഒരുപാട് കുട്ടികൾ മാത്സ് സ്ട്രഗിൾ ചെയ്യുന്നതാണ് എനിക്ക് ആക്ച്വലി സങ്കടം തോന്നും. കാരണം ഇത് അവരുടെ ഫോൾട്ടല്ല, അവരുടെ അറ്റൻഷനും ഇൻട്രസ്റ്റും പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള സാറന്മാരില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി മാത്സ് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫൈൻഡ് ദം എ ബെറ്റർ ടീച്ചർ, അല്ലെങ്കിൽ ഗിവ് ദം ബെറ്റർ ബുക്സ് ടു റീഡ്. മാത്സിൽ ഒരുപാട് ഇൻട്രസ്റ്റ് വളർത്തുന്ന രീതിയിലുള്ള ബുക്സ് ഉണ്ട്. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. അഡൾട്ട്സിനും കുട്ടികൾക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ബുക്സാണ്. ഫൈനലി എനിക്ക് ഒരു കാര്യത്തെപ്പറ്റി കൂടി സംസാരിക്കണമെന്നുണ്ട്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിരിക്കും, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുമായിരിക്കും. ആൻഡ് അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പം കുറച്ച് പേരെങ്കിലും നിങ്ങളോട് തിരിച്ചു പറയും, ഓ ആ വീഡിയോ കണ്ട് എന്തൊരു ബോറനായിരുന്നു, ആ ഡപ്പൻ ഇരുന്ന് കുറേ അനാവശ്യ സാധനങ്ങൾ ഇരുന്ന് പ്രൂവ് ചെയ്യുന്നു. വെൽ, ഈ ഡപ്പൻ ഈ അനാവശ്യ സാധനങ്ങളെല്ലാം പ്രൂവ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആസ് ഐ സെഡ് ഏർലിയർ, നിങ്ങൾ എന്തുപയോഗിച്ചാലും അതിൽ മാത്തുണ്ട്. നിങ്ങളൊരു ഫാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ മാത്തുണ്ട്. നിങ്ങളൊരു സോഫ കിടക്കുകയാണെങ്കിൽ അതിൽ മാത്തുണ്ട്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന ബിൽഡിംഗ് പണിതിൻ്റെ പിന്നിൽ മാത്സ് ഉണ്ട്. നിങ്ങൾക്കൊരു പനി വന്നാൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിന് പിന്നിൽ മാത്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിന് പിന്നിൽ മാത്സ് ഉണ്ട്. ദ വേൾഡ് ഇസ് ബിൽട്ട് ഓൺ മാത്ത്. ആൻഡ് ഈ വേൾഡ് പണിതതാരാണ്? സയൻറ്റിസ്റ്റ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്. ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് മാത്ത് ഉപയോഗിച്ചാണ്. ആൻഡ് വെറും മാത്ത് ഉപയോഗിച്ചല്ല, ദേ വർക്ക് ഓൺ മാത്ത് വിച്ച് ഓൾവേസ് വർക്ക്സ്. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പ്രൂഫുള്ള മാത്ത് വേണം. അവർ പ്രൂഫ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊരു ആർക്കിടെക്റ്റാണെന്ന് അസ്യൂം ചെയ്യുക. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. ഒരു സിമ്പിൾ ഡിസൈൻ, അതെന്തോ ആയിക്കോട്ടെ, സ്കൂളോ അല്ലെങ്കിൽ മെട്രോ റെയിലോ അല്ലെങ്കിൽ റിംഗ് റോഡോ എന്തോ ആയിക്കോട്ടെ. ഒരു സർക്കിൾ വരയ്ക്കുക, അതിൽ കുറച്ച് ഡോട്ട്സ് ഇടുക, ആ ഡോട്ട്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുക, എന്നിട്ടുണ്ടാകുന്ന ഫിഗറിനെ പറ്റി എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് തരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ സിമ്പിൾ, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു, 2 ഡോട്ട്സ് ഇടുന്നു, അത് തമ്മിലൊരു ലൈൻ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നു 2 ഡോട്ട്സ് ഇടുകയാണെങ്കിൽ സർക്കിൾ 2 റീജിയനായിട്ട് പിരിയും.
അടുത്ത് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുന്നു, 3 ഡോട്ട്സ് ഇടുന്നു, 3 തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നു 3 ഡോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്ത സർക്കിൾ 4 റീജിയനായി പിരിയുന്നു. അടുത്ത് നിങ്ങൾ 4 ഡോട്ട് ഇടുന്നു. 4 ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു സർക്കിൾ 8 റീജിയനായിട്ട് പിരിയുന്നു. അടുത്ത നിങ്ങൾ 5 ഡോട്ട് ഇടുന്നു. 5 ഡോട്ട് എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു സർക്കിൾ 16 റീജിയനായി പിരിയുന്നു. ഇപ്പം നിങ്ങൾ ഹാപ്പിയായി. നിങ്ങളുടെ റിംഗ് റോഡിൻ്റെയോ മെട്രോ റെയിലിൻ്റെയോ എല്ലാത്തിനെയും പണി സിമ്പിളായല്ലോ. നിങ്ങളൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്തു. n ഡോട്ട്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ 2n-1 റീജിയൻസ് ആയിട്ട് അത് സർക്കിളിനെ പിരിക്കും. കാരണം n = 2 ആണെങ്കിൽ 2^2-1 2 റീജിയൻസ്, n = 3 ആണെങ്കിൽ 2^3-1 4 റീജിയൻസ്, n = 4 ആണെങ്കിൽ 2^4-1 8 റീജിയൻസ്, n 5 ആണെങ്കിൽ 2^5-1 16 റീജിയൻസ്. എളുപ്പം. നിങ്ങളുടെ ടാസ്ക് 6 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക എന്നായിരുന്നു. നിങ്ങൾ 6 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു വെച്ചു. എന്നിട്ട് നിങ്ങൾ ഈ ഫോർമുല ഇട്ട് നിങ്ങൾ എഴുതി വെച്ചു n = 6 ആകുമ്പം 32 റീജിയൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഗ്രേറ്റ്, എക്സെപ്റ്റ് യു ഫക്ഡ് അപ്പ്. അതല്ല അതിൻ്റെ ആൻസർ. ദ ആൻസർ ഇസ് 31 നോട്ട് 32. കാരണം അതിൻ്റെ ഫോർമുല അത്ര സിമ്പിളല്ല. ഇതിൻ്റെ ഫോർമുല പണ്ടൊരു പാവ മാത്തമാറ്റീഷ്യൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ചതാണ്. ദ ഫോർമുല ഫോർ ദ നമ്പർ ഓഫ് റീജിയൻസ് വെൻ യു ജോയിൻ n പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ ഇസ് 1/24 × n⁻⁴ - 6n³ + 23n² - 18n + 24. This, my friends, is why we need proof. Thanks for watching.